മിഥുനം രാശിയിൽ രാഹുവിൻ്റെ നക്ഷത്രമുണ്ട്, തിരുവാതിര. ഇപ്പൊ ഇവർക്കൊക്കെ കുറച്ച് ഈ പ്രവണത വരാം. ഇവര് ബൈസെക്ഷൽ ആയിട്ടുള്ളവരുണ്ട്. ചിരിക്കുന്നത് ഏതൊരു ഗ്രഹനില കണ്ടാലും എതിർലിംഗരതിക്കാണോ വാസന, അതോ സ്വവർഗരതിക്കാണോ വാസന, അതോ രണ്ടും കൂടി ഉള്ളതാണോ എന്നറിയാനൊക്കെ. ബൈസെക്ഷൽ ഉണ്ട്, ഹെറ്ററോസെക്ഷൽ, ഹോമോസെക്ഷൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതെല്ലാം അറിയാനൊക്കെ ഗ്രഹനില കണ്ടാൽ. ചില നക്ഷത്രക്കാർക്ക് സ്വവർഗരതി പ്രവണത വളരെ കൂടുതലാണ്. ഈ പറഞ്ഞ നക്ഷത്രങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ വിവാഹമോചനങ്ങൾ ഒത്തിരി വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ എല്ലായിടത്തും അല്ലെങ്കിലും കുറച്ച് സ്ഥലങ്ങളിൽ ഈ വിവാഹമോചനത്തിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് വിവാഹശേഷമാണ് പലരും ഞാൻ ഒരു സ്വവർഗാനുരാഗിയാണ് എന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ ഈ വിവാഹം എന്തായാലും കഴിക്കുന്നത് ജാതകം നോക്കിയായിരിക്കില്ലേ? ഇപ്പം സാറ് നേരത്തെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഗ്രഹനില നോക്കിയാൽ ഇവരിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഈ ജാതകം നോക്കുന്ന സാറിനെ പോലെയുള്ള ജ്യോത്സ്യന്മാർക്ക് ഇത് മുൻകൂട്ടി അറിയാമായിരുന്നിട്ട് ഒളിച്ചു വെക്കുന്നതാണോ? അത് മനസ്സിലായി അതെന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത്? ഏതൊരു ഗ്രഹനില കണ്ടാലും എതിർലിംഗരതിക്കാണോ വാസന, അതോ സ്വവർഗരതിക്കാണോ വാസന, അതോ രണ്ടും കൂടി ഉള്ളതാണോ എന്നറിയാനൊക്കെ. ബൈസെക്ഷൽ ഉണ്ട്, ഹെറ്ററോസെക്ഷൽ, ഹോമോസെക്ഷൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതെല്ലാം അറിയാനൊക്കെ ഗ്രഹനില കണ്ടാൽ. ഗ്രഹനില പൊരുത്തം നോക്കുമ്പോൾ നമ്മൾ അത്രയും ഗവേഷണ പടുവായിരിക്കണം. നമ്മൾ അത്രയും ചിന്തിച്ച് വേണം നീങ്ങാൻ. ഏതൊക്കെ ഗ്രഹനിലകളാണ് അങ്ങനെ വരുന്നത്, അതിൻ്റെ സൂക്ഷ്മവശങ്ങൾ ഒത്തിരിയുണ്ട്. ഇപ്പോൾ ഗേ സെക്സിനോട് താല്പര്യമുള്ള ഒരു പുരുഷനെ ലെസ്ബിയൻ പ്രവണതയുള്ള ഒരു സ്ത്രീയുടെ കൂടെ കല്യാണം കഴിപ്പിച്ചാൽ പ്രശ്നമില്ല. അവൾ ആ വഴിക്കുമ്പോൾ ഇവർ ഈ വഴിക്കുമ്പോൾ കൂടെ ഉത്സവാഘോഷങ്ങൾക്കൊക്കെ പെണ്ണുങ്ങൾ കൂട്ടുകൂടി അങ്ങ് പോക്കോളും. ഓരോ ദേശങ്ങളിലൊക്കെ പോയി അവിടെ ദൂരദേശത്ത് അവിടെ ഏകാദശിയാണ്, ഇവിടെ വിളക്കെടുപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മകൻ തൊഴിലാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പൊക്കോളും. പെണ്ണുങ്ങളും അങ്ങനെയാണ്. ആണുങ്ങളാണെങ്കിൽ മറ്റൊരു വഴിക്കും കഥകളിയാ കൂടിയാട്ടമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് പൊക്കോളും. എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നവരെല്ലാം അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. ഇതൊക്കെ പണ്ടുകൊണ്ട് എക്കാലവും ഉണ്ട്. ഇത് സ്വാഭാവികം. ഇന്നിപ്പോൾ ഇത്രയും ഒഴിയാനും പിടിക്കാനും ഒക്കെ കാരണം ഈ സ്വകാര്യത നഷ്ടപ്പെട്ടു. ഭൂമിയിൽ എവിടെയും വെളിച്ചമുണ്ട്, കുറ്റിക്കാടുകളില്ല, കുളങ്ങളില്ല, പ്രദേശങ്ങളിൽ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും ആയപ്പോൾ ജനകീയമായി എല്ലായിടവും ഒരു ഓപ്പൺനെസ് വന്നപ്പോഴത്തേക്കും ഇതൊരു ഭ്രാന്തമായ തലത്തിലേക്ക് മാറുക. ജനത്തിന് അവരുടെ സ്വകാര്യമായ വൈകാരിക സുഖങ്ങൾ ആസ്വദിക്കാനുള്ള സാധ്യതകൾ കുറയുക. ഇപ്പം എല്ലാവരും പറയും ഇതിന് സെൻറ്റേഴ്സ് ഉണ്ട്, മൊബൈൽ വഴി ആളുകൾ പരസ്പരം കണ്ടെത്തി പോകുന്നതൊക്കെ പറയുമ്പോഴും പണ്ടൊന്നും വേണ്ടല്ലോ. സാഹചര്യങ്ങൾ ഇഷ്ടം പോലെയല്ലേ, കിടങ്ങുകളും കുളങ്ങളും പാടശേഖരങ്ങളും ഒക്കെ കിടക്കുക. അപ്പം എല്ലാം നടക്കും. കൂട്ടുകുടുംബങ്ങളാണെങ്കിൽ അതിനകത്ത് തന്നെയും പല ബന്ധങ്ങളും നടക്കും. ഇത് ഏത് തരം രതിയാണെങ്കിലും ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും. മനസ്സിലായി, അതിലേക്ക് ഞാൻ വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഇത് അറിയണമല്ലോ. ഇപ്പോഴത് ജനകീയമായി അറിയുന്നു എന്ന് പറയുമ്പോൾ ഇതിനുള്ള വേദികളില്ലാതെ വരുമ്പോഴാണ് ഇതൊരു ഭാരമായി തീരുന്നത്. രണ്ടാമത് ഇപ്പോഴത്തെ ഒരു പ്രശ്നം വെച്ചാൽ വിവാഹം കഴിക്കുമ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇപ്പോൾ ആണ് പെണ്ണിനോടും പെണ്ണാണിനോടും കുറേയും കൂടെ സ്വാർത്ഥതയോടുകൂടി അവരുടെ എല്ലാ അവകാശങ്ങളെയും ഹനിക്കുന്ന രീതിയിലേക്ക് ഒരു ആഞ്ഞുപിടുത്തമുണ്ട്. മറ്റേങ്ങളിലൊരു സ്വാതന്ത്ര്യം കൊടുക്കും. ആ സ്വാതന്ത്ര്യം ഇന്നിപ്പോഴില്ല. അത് യഥാർത്ഥത്തിൽ ഇവരുടെ വ്യക്തിത്വത്തിൻ്റെ വലിപ്പം കൊണ്ടാണെന്ന ഇവർ കൊടുക്കുന്ന ഡെഫിനിഷൻ. വ്യക്തികൾ തന്നെ സ്വയം കൊടുക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ ഞാൻ ഇടപെടുന്നത് അത് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലതരത്തിൽ പറഞ്ഞ് നേടുമെങ്കിലും യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈകടത്തുന്നത് അത്ര ശരിയായ കാര്യമല്ല. പണ്ട് മുതിർന്ന സ്ത്രീകൾ കല്യാണം കഴിച്ച് വരുന്ന പെൺപിള്ളേരോട് പറയും, നാട്ടിൽ അയലത്തെ പെണ്ണുങ്ങളോടും എല്ലാവരോടും പറയും, മക്കളെ കല്യാണം കഴിച്ച് വന്ന വീട്ടിൽ ഒരു കണ്ണും ഒരു ചെവിയും ഇല്ല എന്ന് പറഞ്ഞ് ജീവിക്കണം. ഈ ഭർത്താവിനെ ജീവിച്ചിരിക്കുന്ന ഈശ്വരനായി കാണണം, പിന്നെ കാണപ്പെടുന്ന ഈശ്വരനായിട്ട് കാണണം. പിന്നെ ആണുങ്ങൾ പല സ്ഥലത്തും പല വഴിക്കും പല സമയത്തും പോയെന്നിരിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ തിരയാതെ നിൻ്റെ കാര്യങ്ങളും നിൻ്റെ മക്കളുടെ കാര്യങ്ങളും ഈ വീട്ടിലുള്ള മറ്റംഗങ്ങളുടെ കാര്യങ്ങളും ഭദ്രമായി നോക്കാൻ അയാൾക്ക് കഴിയുന്നുണ്ട്. അത് എല്ലാ തരത്തിലും ഉള്ളതാണ് ഈ പറയുന്നത്. എല്ലാ തരത്തിലും ഭദ്രമാക്കുന്നുണ്ടോ എന്ന് മാത്രം നീ ചിന്തിച്ചാൽ മതി എന്ന് പറയും. അതിൻ്റെ കാര്യം പുരുഷൻ ഒരിക്കലും ഒരിടത്ത് ഒതുങ്ങുന്ന ഒരു സ്വഭാവമല്ല അവൻ്റെ ജന്മസിദ്ധമായിട്ട്. പിന്നെ അവനെ അങ്ങനെ തളയ്ക്കാൻ ശ്രമിക്കുമ്പം ഞങ്ങളുടെ അവകാശമാണ് അതാണെന്ന് ഇതാണെന്നൊക്കെ പറയുമ്പോഴത്തേന് കുടുംബ ബന്ധം ശിഥിലമാകുക. ഇപ്പം നമ്മൾ ഈ ഫെമിനിസമൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുമ്പോഴും അവിടെ തകരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെയൊക്കെയാണ് ഈ സ്വവർഗരതിയുടെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നത്. സ്വവർഗരതി വരുന്നതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം ജ്യോതിഷവശാൽ കാണുന്നത് ഈ ശനിയും ബുധനും, മുമ്പേ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ശനിയും ബുധനുമാണ് നമ്മളെ സ്വവർഗരതിയിലേക്കും എതിർലിംഗരതിയിലേക്കും
അല്ലെ ഗേ സെക്സിലേക്കും ലെസ്ബിയൻ സെക്സിലേക്കും ഒക്കെ നയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. ഗ്രഹനിലയിൽ ചില നക്ഷത്രക്കാർക്ക് സ്വവർഗരതി പ്രവണത വളരെ കൂടുതലാണ്. ഈ പറഞ്ഞ നക്ഷത്രങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൊതുവെ എന്ന് വെച്ചാൽ എല്ലാവരെയും കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ആയില്യം തൃക്കേട്ട രേവതി ബുധന്റെ നക്ഷത്രമാണ്. പൂയമനിഴം ഉത്രട്ടാതി ശനിയുടെ നക്ഷത്രമാണ്. ഇവർക്കൊക്കെ കുറച്ചേറെ സ്വഭാവം വരാൻ സാധ്യതയുണ്ട്. എല്ലാവരെയും അല്ല ഞാൻ പറഞ്ഞത്, അടച്ചാക്ഷേപിക്കല്ല, അടച്ചു പറയല്ല, ഉണ്ട്. പിന്നെ രണ്ടാമത് ഈ രാഹുവിൻ്റെ നക്ഷത്രക്കാർക്ക് സാധ്യത കൂടുതലുണ്ട്. അതിൽ രാഹുവിൻ്റെ നക്ഷത്രക്കാരിൽ മിഥുനം രാശിയിൽ രാഹുവിൻ്റെ നക്ഷത്രമുണ്ട്, തിരുവാതിര. ഇപ്പം ഇവർക്കൊക്കെ കുറച്ച് ഈ പ്രവണത വരാം. ഇവർ ബൈസെക്ഷൽ ആയിട്ടുള്ളവരുണ്ട്, ചിരിക്കുന്നത് എന്താ. അപ്പം ബൈസെക്ഷൽ ടെൻഡൻസിയും ഹോമോസെക്ഷൽ ടെൻഡൻസിയും ഒക്കെ വരാൻ സാധ്യത ഒത്തിരി ഉണ്ട്. അതിൽ പിന്നെ ഗ്രഹനിലയിൽ ഉഭയരാശി ലഗ്നമായിട്ട് വന്നാൽ വളരെ ശ്രദ്ധിക്കണം. മീനം, മിഥുനം, കന്നി, ധനു ലഗ്നം ഇവർ വരിക. പിന്നെ ബുധൻ 7ാം ഭാവത്തിൽ നിൽക്കുക, ബുധൻ ശനി 7ൽ നിൽക്കുക, ലഗ്നത്തിൽ ശനിയോ ബുധനോ നിൽക്കുക. ഇവർക്കൊക്കെ ഈ സ്വഭാവം വരും. ഇത് മാത്രമല്ല, ഇതിനകത്ത് എളുപ്പം പറയാവുന്ന കുറേ പോയിന്റ്സ് പറഞ്ഞതാണ്. ലഗ്നാൽ 7ാം ഭാവമാകുന്ന പങ്കാളിയുടെ വിവാഹരാശിയാകുന്ന 7ാം ഭാവത്തിൽ ബുധനോ ശനിയോ നിന്നാൽ പ്രവണത വരാം. ലഗ്നത്തിൽ ബുധനോ ശനിയോ നിന്നാൽ വരാം. പിന്നെ അഷ്ടമത്തിൽ ബുധനോ ശനിയോ നിന്നാൽ പ്രവണത വരാം. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒരുപാട് നക്ഷത്രങ്ങൾക്ക് എല്ലാ നക്ഷത്രങ്ങളിലും ഇത്തരക്കാരുണ്ട്. പക്ഷേ എങ്കിലും കൂടുതൽ സാധ്യതയുള്ളതാണ്. ഇതിൽ ക്രിമിനൽ ടെൻഡൻസി വരുന്നവരുമുണ്ട്. ഈ ഓരോരുത്തരെ പീഡിപ്പിച്ച്, ഈ എതിർലിംഗരതിയല്ല സ്വവർഗരതിയിലാണെങ്കിൽ പോലും പീഡിപ്പിച്ച് കൊല്ലുക, കൊലപാതകം ചെയ്തൊക്കെ സ്വാഭാവികമായിട്ട് വരാൻ സാധ്യത ഒത്തിരി ഉണ്ട്. അതിനുള്ള പരിഹാരങ്ങളും ജ്യോതിഷത്തിൽ തന്നെ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ പല കുടുംബജീവിതത്തിലും നടക്കുന്ന ഒരു വിഷയമാണിത്. അപ്പം ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങൾ, അതല്ലെങ്കിൽ ഉപാസനകളോ എന്തെങ്കിലും മന്ത്രങ്ങളോ? ജ്യോത്സ്യൻ ചെയ്യാവുന്ന സഹായം, സ്വവർഗരതി ടെൻഡൻസി ഉള്ള ഒരു പെണ്ണിനെ, ഒരു പ്രവണതയുള്ള പെണ്ണിനെ സ്വവർഗരതി പ്രവണതയുള്ള ഒരു പുരുഷനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കുന്നത് നന്നായിരിക്കും. രണ്ടുപേരും ഇപ്പോൾ വൈഫ് സ്വാപ്പിങ്ങും ഒക്കെ നടക്കുന്ന കാലമല്ലേ. ഇപ്പോൾ ഭർത്താക്കന്മാർ ഭാര്യമാരെ ബോധപൂർവ്വം മറ്റൊരാൾക്ക് വിട്ടുകൊടുത്തിട്ട് അയാളുടെ ഭാര്യയെ കൂടെ കൊണ്ടുവരുന്ന സമ്പ്രദായം ഇപ്പം കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ. ഇതൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു കാലയളവാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പരസ്പരം പൂരകമായി പോകും. ഇപ്പം ജ്യോതിഷം നോക്കുമ്പോൾ തന്നെ സൂക്ഷ്മമായിട്ട് നമ്മൾ പാപദോഷം, പാപസാമ്യം ഉണ്ടോ എന്നൊക്കെ ഗ്രഹനിലകൾ തമ്മിൽ പൊരുത്തം നോക്കുമ്പോൾ വ്യഭിചാര വാസനയുള്ള സ്ത്രീക്ക് വ്യഭിചാര വാസനയുള്ള സ്ത്രീയെ തന്നെ കണ്ടെത്തി വിടുന്നു. ഞാനൊക്കെ തന്നെ അങ്ങനെ തന്നെ ചെയ്യും. അപ്പം പിന്നെ അവർക്ക് പ്രശ്നമില്ല. മനസ്സിലായില്ലേ? മുമ്പേ വൈഫ് സ്വാപ്പിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. അപ്പോൾ അവർക്ക് പ്രശ്നമില്ല. അതേസമയത്ത് ഒരു മോണോഗമിയായ ഒരു പുരുഷന് മോണോഗമിയായ ഒരു സ്ത്രീ തന്നെയാണ് ഉചിതം. പക്ഷെ പുരുഷന്മാരിൽ 90% പേര് മോണോഗമിയല്ല, പോളിഗമിയല്ല. സ്ത്രീകളിൽ 40% പേരെങ്കിലും പോളിഗമിയല്ല. ഇത് നമ്മൾ വളരെ ഗവേഷണത്തോടു കൂടി ഇരിക്കണം. 8ലും 7ലും 4ലും 12ലും ഒക്കെ ചൊവ്വ നിൽക്കുക, അല്ലെങ്കിൽ രാഹു ശനി കേതു, ഇതൊന്നും ഇല്ല, കുഴപ്പമില്ല നടത്താം, അങ്ങനെ പറഞ്ഞു വിടാനൊക്കെ ഇല്ല. അവരുടെ രഹസ്യ സ്വഭാവം അറിയാനൊക്കെ. ഇപ്പം 30 വർഷം കഴിഞ്ഞതിന് ശേഷം ഭാര്യ ഭർത്താവിനെ വിട്ടേച്ചു പോയി, ഭർത്താവ് ഭാര്യയെ വിട്ടേച്ചു പോയി, നമ്മൾ വിചാരിക്കും ഇത് എന്തോ തപ്പിപ്പോയതാണെന്ന്. പക്ഷെ എന്താണ് വാസന കിടക്കുന്നത്? ഇത് തന്നെ സ്വവർഗരതിയുടെയൊക്കെ പ്രവണതയുണ്ട്. പിന്നെ സ്വവർഗരതിക്ക് മൂന്നാമതൊരു ഘട്ടമുണ്ട്, വേറൊരു തലമുണ്ട്. 26-27 വയസ്സ് വരെ ഓപ്പോസിറ്റ് സെക്സിലേക്ക് ശ്രദ്ധയുള്ള വ്യക്തികൾക്ക് പിന്നീട് അങ്ങോട്ട് സ്വന്തം സെക്സിലെ ആളുകളിലേക്ക് ശ്രദ്ധ തിരിയാം. എന്നിട്ട് 40 വയസ്സ് കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് മൂന്നാമത് പഴയ തലത്തിലേക്ക് തന്നെ പോകാം. ചിലർക്ക് 2 തലം വരും. ഒരു 40, 45, 50 വയസ്സ് വരെ ചില പുരുഷന്മാർ സ്ത്രീകളെ എന്ന് പറഞ്ഞ് ഭ്രമിച്ച് ഒരുപാട് സ്ത്രീകളെ പലതരത്തിൽ ഉപയോഗിക്കുകയൊക്കെ ചെയ്തവർ പോലും പിന്നീട് എതിർലിംഗത്തിലേക്ക്, സ്വവർഗരതിയിലേക്ക് പോകുന്നത് കാണാം. ഇങ്ങനെ പല സംഭവങ്ങളുണ്ട്. ഇതിന് വലിയ റിസർച്ചാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നില്ല. നമ്മുടെ എപ്പിസോഡ് ഇത്രയും കണ്ടൊക്കെ ചുരുക്കേണ്ടി വരികയാണ്. താങ്ക് യു സർ. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.